നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. CPM പ്രവർത്തകർ ബിജെപിയിലേക്ക് വരുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് CPM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ. വാസ്തവമെങ്കിൽ CPM വിട്ടുവരുന്നവരുടെ പേര് വിവരങ്ങളും വെളിപ്പെടുത്താൻ BJP തയ്യാറാവണം. രക്ഷാബന്ധൻ കേരളത്തിൽ നടത്തുന്നത് ഫാസിസ്റ്റ് മനോഭാവത്തോടെയാണെന്ന് പി ജയരാജൻ. കൂത്തുപറമ്പ് മാനന്തേരിയിൽ CPIയുടെ ഓഫീസ് കത്തിച്ചു. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. തീവെപ്പിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരെന്ന് സംശയം. CPI മാനന്തേരി സത്രത്തിൽ ഹർത്താൽ ആചരിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സുഗമമായ പ്രവർത്തനം. കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി ശുപാർശ. ജയിൽ ആശുപത്രിയും അടുക്കളയും നവീകരിക്കും. അന്തേവാസികളുടെ വേതനവും ദിനപത്യവും വർദ്ധിപ്പിക്കാൻ ശുപാർശ. കണ്ണൂരിൽ ജ്വല്ലറികളുടെ ചുമർ കുത്തി തുറന്ന് 50 ലക്ഷം രൂപയുടെ ആഭരണം കവർന്ന സംഭവം. പ്രതികളിൽ 2 പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. കവർച്ച നടത്തിയത് ജാർഖണ്ഡ് സ്വദേശികൾ. തെളിയുന്നത് കണ്ണൂരിൽ നടന്ന ഏറ്റവും വലിയ കവർച്ച. വാർത്തകൾ വിശദമായി. CPM പ്രവർത്തകർ BJPയിലേക്ക് വരുന്നു എന്ന രീതിയിലുള്ള പ്രചരണം വാസ്തവവിരുദ്ധമെന്ന് CPM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP അധ്യക്ഷൻ അമിത്ഷായെ തൃപ്തിപ്പെടുത്താൻ BJPയും ചില വലതുപക്ഷ മാധ്യമങ്ങളും സൃഷ്ടിച്ച വ്യാജ വാർത്തയാണിതെന്നും പി ജയരാജൻ പറഞ്ഞു. CPM പ്രവർത്തകർ BJPയിലേക്ക് വരുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം വാസ്തവവിരുദ്ധം. ഇത് BJPയും ചില വലതുപക്ഷ മാധ്യമങ്ങളും പടച്ചുണ്ടാക്കിയത്. CPMൽ നിന്ന് ഒരു പ്രവർത്തകൻ പോലും BJPയിലേക്ക് പോയിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പി ജയരാജൻ പറഞ്ഞു. CPMൽ നിന്ന് രാജിവെച്ച് വരുന്നു ആരാണ്? ഞങ്ങളിതൊക്കെ മുൻകൂട്ടി വെളിപ്പെടുത്തിയതാണ്. അവർ വെളിപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം അക്രമ ഭീഷണിയാണത്രേ. എന്നാൽ രാജിവെച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സംരക്ഷണം കൊടുക്കും. സ്വീകരണ പരിപാടിക്ക് ശേഷം ഞങ്ങൾ സംരക്ഷണം കൊടുക്കും. ആ സംരക്ഷണം എന്താ ഇപ്പോൾ കൊടുത്തുകൊണ്ട് ആളെ പേര് വ്യക്തമായിക്കൂടെ? അപ്പോൾ കാപട്യം ആവർത്തിച്ച് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ സത്യമാകുമെന്നുള്ള RSSൻ്റെ ആചാര്യന്മാരുടെ സിദ്ധാന്തമനുസരിച്ചാണ് ഇപ്പോൾ BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ പുതിയ അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള BJPയുടെ തന്ത്രമാണിത്. 50 വർഷത്തോളമായി RSS നടത്തിവരുന്ന ശ്രമം 40 വർഷമായി CPM പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ അമ്പാടിമുക്കിൽ നിന്നും പാനൂരിൽ നിന്നും BJP പ്രവർത്തകർ CPMയിലേക്ക് വരാനിടയായ കാരണം കൂടി BJP ജില്ലാ പ്രസിഡന്റ് വെളിപ്പെടുത്തണമെന്നും പി ജയരാജൻ പറഞ്ഞു. 24-ാം തീയതി സമ്മേളനം നടത്തുമ്പോൾ BJPയുടെ നേതാക്കന്മാർ അവിടെ പ്രസംഗിക്കണമല്ലോ. ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന്, BJPയുടെ ജില്ലാ പ്രസിഡന്റിനെതിരായിട്ട് ഇത്തരമൊരു ആക്ഷേപം പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിരുന്നോ? 2, അത് സംബന്ധിച്ച് അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കിയിരുന്നോ? ആ അന്വേഷണ റിപ്പോർട്ട് എന്താണ്? ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് പോലും വിലങ്ങിട്ടത് RSS നേതൃത്വമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് RSSകാർ ഈ നേതാക്കന്മാരെ തമ്മിൽ അടിച്ചത്, ആക്രമിച്ചത്. ഇത് സംബന്ധിച്ച് ഇത് വസ്തുതയാണോ? ഇതേവരെ ഒരു നേതാവും പറയുന്നത് നിങ്ങളാരും കേട്ടോ? ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോഴെങ്കിലും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ സമൂഹത്തോട് പറയാൻ BJP നേതാക്കന്മാർ തയ്യാറാവണം. ഉത്തരേന്ത്യയിൽ സൗഹാർദ്ദപൂർവ്വം നടത്തുന്ന രക്ഷാബന്ധൻ കേരളത്തിൽ ഫാസിസ്റ്റ് മനോഭാവത്തോടെയാണ് നടത്തുന്നത്. അയൽ ജില്ലയിൽ നിന്ന് ആളുകൾ വന്ന് രക്ഷാബന്ധൻ നടത്തുന്നതാണ് മിക്കയിടത്തും അക്രമത്തിന് കാരണമാകുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു. കൂത്തുപറമ്പ് മാനന്തേരി സത്രത്ത് CPI ഓഫീസ് കത്തിച്ചു. ഓഫീസിലെ സാധന സാമഗ്രികൾ കത്തി നശിച്ചു. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അക്രമത്തിൽ പ്രതിഷേധിച്ച് സത്രത്ത് CPI ഹർത്താൽ ആചരിച്ചു. മാനന്തേരി സത്രത്ത് കടമുറിയുടെ മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്ന CPI മാനന്തേരി ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് ഇന്ന് പുലർച്ചെ തീവെച്ച് നശിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മാനന്തേരി സത്രത്തിൽ CPI ആഹ്വാനപ്രകാരം ഹർത്താൽ ആചരിച്ചു. ഓഫീസിന്റെ വാതിൽ കമ്പിപ്പാര കൊണ്ട് കുത്തിപ്പൊളിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. ഓഫീസിലെ മേശ, കസേര, ഫയലുകൾ, ക്ഷേമനിധി പാസ്ബുക്കുകൾ എന്നിവ കത്തി നശിച്ചു. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അക്രമത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് CPI ആരോപിച്ചു. ലോക്കൽ സെക്രട്ടറി M വിനോദിന്റെ പരാതിയിൽ കണ്ണവം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച CPIയുടെയും AIYFന്റെയും കൊടിമരങ്ങളും നേതാക്കളുടെ ചിത്രങ്ങളടങ്ങിയ ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് രാമപുരത്ത് വീട് വളഞ്ഞ് BJP പ്രവർത്തകരെ ആക്രമിച്ചു. 3 പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രി 8 മണിയോടെ ഒരു വീട്ടിൽ വെച്ച് നടന്ന യോഗത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ CPM ആണെന്ന് BJP ആരോപിച്ചു.
CPM ശക്തി കേന്ദ്രമായ രാമപുരത്ത് ഏതാനും പ്രവർത്തകർ BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. 24-ന് കണ്ണൂരിൽ നടക്കുന്ന BJP സമ്മേളനത്തിന് മുന്നോടിയായി ഇന്നലെ രാത്രിയിൽ P. പ്രമോദിന്റെ വീട്ടിൽ ചേർന്ന ബൂത്ത് കമ്മിറ്റി യോഗത്തിൽ 15ഓളം BJP പ്രവർത്തകർ പങ്കെടുത്തു. ഇവർ യോഗം ചേർന്നുകൊണ്ടിരിക്കെയാണ് 50ഓളം വരുന്ന CPM പ്രവർത്തകർ വീട് വളഞ്ഞ് അക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ BJP പ്രവർത്തകരായ കാളംവളപ്പിൽ രവീന്ദ്രൻ, P. ഗിരീഷ്, P. ഗണേശൻ എന്നിവരെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ വിവരമറിഞ്ഞ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ പോകുകയായിരുന്ന ജില്ലാ ജനറൽ സെക്രട്ടറി AP ഗംഗാധരന്റെ വാഹനത്തിന് നേരെയും കല്ലേറുണ്ടായി. UDF സർക്കാരിന്റെ മദ്യനയത്തിന് അഭിവാദ്യം അർപ്പിച്ച് കേരള മദ്യവിരുദ്ധ സമിതി. കണ്ണൂർ ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പഴയ ബസ് സ്റ്റാൻഡിൽ പ്രൊഫസർ M. മുഹമ്മദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ, രാജൻ കൊരമ്പേത്ത്, രഘുമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കണ്ണൂർ ശബ്ദം. ഏറെ വിവാദങ്ങൾക്കും രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾക്കും ശേഷം സംസ്ഥാനം മദ്യനിരോധനത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ബാറുകൾ അടച്ചുപൂട്ടുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഏപ്രിൽ മുതൽ നിലവിൽ വരും. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ കണ്ണൂർ ശബ്ദം. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മദ്യനിരോധന നയം വളരെ ഗുണകരമായ ഒരു തീരുമാനമാണ് UDF എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കേരളത്തിൽ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാമൂഹിക ദുരന്തമാണ് ഇനിയിപ്പോൾ മദ്യം. അതിനെതിരായി പെട്ടെന്ന് മദ്യം നിരോധിക്കുന്നതിൽ പ്രയാസമുണ്ട്. അത് മനഃശാസ്ത്രപരമായൊരു സമീപനം ആണ് നമ്മുടെ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത്. മദ്യം നിർത്തുന്ന ഏറ്റവും നല്ലതാണ്. കാരണം ഈ തലമുറയില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് നന്നാവുമല്ലോ. കാരണം ഇപ്പം എന്ന് വെച്ചാൽ മദ്യത്തിനോട് ഒരു കണക്കിന് ഘട്ടം ഘട്ടമായി നല്ലൊരു അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മളിവിടെ കാണുന്നില്ലേ, എത്രയോ ആൾ വെള്ളമടിച്ചിട്ട് കിടന്നിട്ടും മുട്ടിട്ടും നമ്മൾ കാണുന്നില്ലേ. കാരണം ഒരു കണക്കിന് സർക്കാർ കൊണ്ടുവരുന്ന നിയമം നല്ലതാണ്, പക്ഷേ അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തണം. തീർച്ചയായും ഇന്നത്തെ യുവതലമുറകളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. കാരണം പണ്ടത്തെ ജനങ്ങളെ മാതിരി എല്ലാവരും കള്ളു കുടിച്ച് കൂത്താടുന്ന ഈ ഒരു അവസരം ഒഴിവാക്കി കിട്ടുന്നൊരു നല്ല കാര്യമാണ്. നല്ല നാളേക്ക് വേണ്ടി നമ്മുടെ മക്കളുടെയും മരുമക്കളുടെയും എല്ലാവരുടെയും ഭാവിക്ക് വേണ്ടി ഈ നിരോധനത്തെ സ്വാഗതം ചെയ്യും. അത് നിരോധിച്ചതുകൊണ്ട് കുറേ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു. സുധീറിന് എന്താ പറയുക, നല്ല കൈ കൊടുക്കണം സുധീറിന് വേണ്ടി. നല്ല ഈ മദ്യനിരോധനം ജനങ്ങൾക്ക് എല്ലാ ജനങ്ങളും നല്ല ഒത്ത് ചേർന്ന് ഇതിനു വേണ്ടി ഏറ്റവും നല്ലതാണ് ഇത്. ഈ മദ്യനിരോധനം അടിമയായിട്ടുള്ള അത് നിരോധിച്ചതിന് നല്ലത്. മദ്യനിരോധനം നല്ലത് തന്നെ. ഈ ഒരു ഉത്തരവ് ഏറ്റവും നല്ല ഞങ്ങൾ സ്വാഗതം ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ, ചെറിയ സ്കൂൾ കുട്ടികൾ വരെ ഇന്ന് മദ്യത്തിന് അടിമ. ഒരു വീട്ടിൽ ഒരു മരണമോ അല്ലെങ്കിൽ ഒരു എന്ത് നടന്നു കഴിഞ്ഞാലും അതിന് മെയിനായിട്ട് നടക്കുന്നത് മദ്യമാണ്. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുക, ഇന്ന് എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും മദ്യത്തിൻ്റെ ഒരു ഇതാണ്. ഈ ബീവറേജ് തന്നെ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്ക് ഒരു ദിവസം കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് ഞങ്ങൾ. മദ്യനിരോധനത്തെ സ്വാഗതം ചെയ്യുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന് a big salute. കേരള കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ ഓരുജല നെൽകൃഷി സംസ്ഥാന ശില്പശാല ഏഴോം കുറുവാട് നടന്നു. മന്ത്രി KP മോഹൻ ഉദ്ഘാടനം ചെയ്തു. കൈപ്പാട് അരിയുടെ ഭൗമസൂചിക പ്രഖ്യാപനം, ഏഴോം 3 കൈപ്പാട് നെല്ല് സമർപ്പണം എന്നിവയും ചടങ്ങിൽ നടന്നു. കർഷകരുടെ ആവശ്യപ്രകാരം കൈപ്പാട് നെല്ലിന് വികസനമാണ് 2002 ആദ്യം ആരംഭിച്ച സംരംഭം. 7-1, 7-2 എന്നീ കൈപ്പാട് നെല്ലിനങ്ങൾ 2010 കർഷകർക്ക് സമർപ്പിച്ചു. മൂന്നാമത് ഒരു കൈപ്പാട് നെല്ലിനത്തിന് കൂടി സംസ്ഥാനതല അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അതാണ് 7-3. ഇനവികസന ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കെ കൈപ്പാടിന്റെ സമഗ്ര വികസനത്തിനായി ജനപ്രതിനിധികൾ, ത്രിതല പഞ്ചായത്ത് അധികാരികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായ സഹകരണത്തോടെ 2010 കേരള കാർഷിക സർവകലാശാല രണ്ടാമത് ആരംഭിച്ച സംരംഭമാണ് മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി രൂപീകരണവും ഈ സൊസൈറ്റിയെ ഭക്ഷ്യസുരക്ഷ ഏറ്റെടുക്കാൻ സജ്ജമാക്കലും. കൈപ്പാടരികെ അന്താരാഷ്ട്ര അംഗീകാരമായ ഭൗമസൂചിക പദവി നേടിക്കൊടുത്തത് ഈ സംരംഭത്തിന്റെ ഭാഗമായാണ്. നമുക്ക് പറ്റിയ വിത്ത് ലഭിക്കുന്നില്ല, മറ്റു വളം ലഭിക്കുന്നില്ല, ഒക്കെ തന്നെയാണ്. ജൈവവളം ജൈവ രീതിയിൽ തന്നെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജൈവ കാർഷിക സംസ്കാരം വീണ്ടും കൊണ്ടുവരുവാനുള്ള ഒരു ഏറ്റവും നല്ല പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി ഈ ഉദ്യമത്തെ ഞാൻ കാണുകയാണ്.
ശില്പശാലയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി കെ.പി. മോഹനൻ കൈപ്പാട് അരിയുടെ ഭൗമ സൂചിക പ്രഖ്യാപനവും 7-3 നെല്ലിനത്തിന്റെ സമർപ്പണവും നിർവഹിച്ചു. ടി.വി. രാജേഷ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. കൈപ്പാടിന്റെ പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും ക്രോഡീകരിച്ച് തയ്യാറാക്കിയ വികസന രേഖ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ. സരള കൃഷിമന്ത്രിക്ക് സമർപ്പിച്ചു. ഭൗമ സൂചിക ലോഗോ പതിപ്പിച്ചിട്ടുള്ള കൈപ്പാട് അരിയുടെ ആദ്യ വിൽപ്പന ജില്ലാ കലക്ടർ പി. ബാലകിരൺ നിർവഹിച്ചു. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ മുഖ്യപ്രഭാഷണം നടത്തി. കൈപ്പാട് കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. CPM പ്രവർത്തകർ BJPയിലേക്ക് വരുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് CPM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ. വാസ്തവമെങ്കിൽ CPM വിട്ടുവരുന്നവരുടെ പേര് വിവരങ്ങളും വെളിപ്പെടുത്താൻ BJP തയ്യാറാവണം. രക്ഷാബന്ധൻ കേരളത്തിൽ നടത്തുന്നത് ഫാസിസ്റ്റ് മനോഭാവത്തോടെയാണെന്ന് പി ജയരാജൻ. കോത്തൂർമ മാനന്തേരിയിൽ CPIയുടെ ഓഫീസ് കത്തിച്ചു. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. തീവെപ്പിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരെന്ന് സംശയം. CPI മാനന്തേരി സത്രത്തിൽ ഹർത്താൽ ആചരിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സുഗമമായ പ്രവർത്തനം. കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി ശുപാർശ. ജയിൽ ആശുപത്രിയും അടുക്കളയും നവീകരിക്കും. അന്തേവാസികളുടെ വേതനവും ദിനപത്യവും വർദ്ധിപ്പിക്കാൻ ശുപാർശ. കണ്ണൂരിൽ ജ്വല്ലറികളുടെ ചുമർ കുത്തി തുറന്ന് 50 ലക്ഷം രൂപയുടെ ആഭരണം കവർന്ന സംഭവം. പ്രതികളിൽ 2 പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. കവർച്ച നടത്തിയത് ജാർഖണ്ഡ് സ്വദേശികൾ. തെളിയുന്നത് കണ്ണൂരിൽ നടന്ന ഏറ്റവും വലിയ കവർച്ച. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബാഗ് ആൻഡ് ബാഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ് നിയർ ജെ സ്കൂൾ കോർണർ, കണ്ണൂർ. റോയൽ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സ്, ആന്റിക്സ് ആർട്ട് ഗാലറി, താന ജംഗ്ഷൻ, കണ്ണൂർ. Bobby Cheminor International Groups, Bobby and Maradona Gold Diamond Jewelry. I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. കല്യാൺ സിൽക്സ്. ഒത്തൊരുമിക്കാൻ ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനും. ബാഗുകൾക്ക് മാത്രമായി കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനം ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇല്ലിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ന്യൂ ബ്യൂട്ടി പാലസ്, വൺ ടച്ച് ബ്യൂട്ടി സൊല്യൂഷൻ, നിയർ മൊയ്തീൻ പള്ളി, ബെർണാഡ് റോഡ്, കണ്ണൂർ. Celebrate buy one get one free, Design Square, Rajiv Gandhi Road, കണ്ണൂർ. അണിയുന്നവരുടെ ഐശ്വര്യം, ഐശ്വര്യ സിൽക്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. കണ്ണൂരിലെ നമ്പർ 1 ഓഡിറ്റോറിയം, മസ്കോട്ട് പാരഡൈസ്, നിയർ SN പാർക്ക് റോഡ്, കണ്ണൂർ. നിക്ഷാൻ സമ്മാനം ഉറപ്പു തരുന്നു. ആഘോഷിക്കും ഈ ഓണം നിക്ഷാനിനൊപ്പം. പട്ടിൻ പുതുമകൾക്ക് രാജകീയ പ്രൗഢിയുമായി റിയൽ സെൽസ്, കണ്ണൂർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. കണ്ണൂരിനെ ഞെട്ടിച്ച ജ്വല്ലറി കവർച്ച കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞു. ജാർഖണ്ഡ് സ്വദേശികളായ ഗൗരംഗ് മണ്ടേൽ, സിയാർപൂരിലെ കമൽ ഷേഖ് എന്നിവരെയാണ് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞത്. 2013 മാർച്ച് മാസത്തിലാണ് കണ്ണൂർ ബെല്ലാർ റോഡിലെ ജ്വല്ലറികൾ കുത്തിത്തുറന്ന് 50 ലക്ഷം രൂപയുടെ ആഭരണ കവർച്ച നടത്തിയത്. പത്തനംതിട്ടയിൽ കവർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കണ്ണൂരിലെ കവർച്ചയുടെ ചുരുളഴിഞ്ഞത്. കണ്ണൂർ ബല്ലാർ റോഡിലെ ദുർഗാ ജ്വല്ലറിയുടെ പുറംഭാഗം ചുമർ തുരന്നായിരുന്നു കവർച്ച. അകത്ത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണവും വെള്ളിയും ഉൾപ്പെടെ 50 ലക്ഷം രൂപയുടെ മുതലുകളാണ് 2013 മാർച്ച് 15 പുലർച്ചെ പ്രതികൾ കവർച്ച നടത്തിയത്. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ഉപേക്ഷിച്ചു പോയ ചെറിയ ബാഗിൽ കൊണ്ടു നടക്കാവുന്ന തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടറും മറ്റും കടയുടെ സമീപത്തു നിന്നും നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കാം കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം സംശയിച്ചെങ്കിലും ഗ്യാസ് സിലിണ്ടറും മറ്റും കിട്ടിയതോടെ പ്രൊഫഷണൽ കവർച്ചക്കാർ തന്നെയാണ് സംഭവത്തിന് പിന്നിലെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ജാർഖണ്ഡിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് CI ആയിരുന്ന ഇപ്പോഴത്തെ ടൗൺ CI ആസാദും സംഘവും അവിടെ ചെന്നെങ്കിലും അപകടം തിരിച്ചറിഞ്ഞ പ്രതികൾ അന്ന് മുങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് പത്തനംതിട്ടയിലും സമാനമായ രീതിയിലുള്ള കവർച്ച നടത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരുടെ മൊബൈൽ ഫോൺ ടവർ പരിധിയും മൊബൈൽ ഫോണിന്റെ IMEIയും തിരിച്ചറിഞ്ഞ തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കണ്ണൂരിലെ പങ്കിനെക്കുറിച്ച് വിവരം ലഭിച്ചത്. പത്തനംതിട്ടയിൽ 6 പേർ പിടിയിലായെങ്കിലും ഇവരിൽ കണ്ണൂർ ഓപ്പറേഷനിൽ പങ്കെടുത്ത 2 പേരാണ് പത്തനംതിട്ടയിലെ സംഭവത്തിലും ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻ തലവൻ പോലീസിന് പിടികൊടുക്കാതെ ബംഗ്ലാദേശിലേക്ക് രക്ഷപ്പെട്ടതായാണ് സൂചന. ദുർഗാ ജ്വല്ലറിയുടെ കവർച്ച തുമ്പാകുന്നതോടെ കണ്ണൂരിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കവർച്ചയാണ് തെളിയിക്കപ്പെടുന്നത്. തളിപ്പറമ്പ് കുറുമാത്തൂരിൽ പള്ളി കമ്മിറ്റി ഓഫീസിൽ മോഷണം. 45,000 രൂപയും
രേഖകളും മോഷണം പോയി. കുറുമാത്തൂർ കോട്ടുപുറം ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസിലാണ് മോഷണം നടന്നത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് മോഷ്ടാക്കൾ അകത്തുകയറിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി സർക്കാരിനോട് ശുപാർശ ചെയ്തു. കമ്മിറ്റി അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ജയിൽ സന്ദർശിച്ചിരുന്നു. 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബ്ലോക്കുകൾ നവീകരിക്കണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. ഇന്നലെ നിയമസഭാ അംഗങ്ങൾ സെൻട്രൽ ജയിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ജയിൽ, ആശുപത്രി, അടുക്കള എന്നിവ പുതുക്കിപ്പണിയാനും ശുപാർശ ചെയ്യുമെന്ന് അംഗങ്ങൾ പറഞ്ഞു. തടവുകാരെ താമസിപ്പിച്ചിരിക്കുന്ന 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബ്ലോക്കുകൾ നവീകരിക്കണമെന്നും അന്തേവാസികളുടെ മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും കാണിച്ച് ജയിൽ അധികൃതർ നിവേദനം നൽകി. ഇക്കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. അന്തേവാസികളുടെ വേതനം കാലാനുസൃതമായി പരമാവധി 250 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നും സമിതി വിലയിരുത്തി. ദിനപത്ത 100 രൂപയാക്കി വർദ്ധിപ്പിക്കാനും കമ്മിറ്റി ശുപാർശ ചെയ്യും. ഓണക്കാലത്തെ വ്യാജമദ്യ വിൽപ്പന തടയാൻ ജില്ലാതല ജനകീയ സമിതി യോഗം തീരുമാനിച്ചു. വിവിധ വകുപ്പുകളുടെ സംയുക്ത ടീം താലൂക്ക് അടിസ്ഥാനത്തിൽ രൂപീകരിച്ച് ഇതിനായി റെയ്ഡ് നടത്തും. ഓണക്കാലത്ത് വ്യാജമദ്യ വിൽപ്പന തടയാൻ സംയുക്ത പരിശോധന നടത്തും. എക്സൈസ്, പോലീസ്, വനം, റവന്യൂ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരടങ്ങിയ സംയുക്ത സംഘം റെയ്ഡിനായി രംഗത്തുണ്ടാവും. പരമാവധി പഞ്ചായത്തുകളിൽ ഓണത്തിന് മുമ്പ് സമിതി യോഗങ്ങൾ ചേർന്ന് ഇതിനാവശ്യമായ നടപടിയെടുക്കും. താലൂക്ക് അടിസ്ഥാനത്തിൽ സംയുക്ത ടീം രൂപവൽക്കരിച്ചായിരിക്കും റെയ്ഡ്. വനപ്രദേശങ്ങളിൽ വനം വകുപ്പുമായി ചേർന്ന് പരിശോധന നടത്താൻ എക്സൈസ് വകുപ്പ് പരിപാടി തയ്യാറാക്കി. റോഡരികിൽ വാഹനങ്ങൾ നിർത്തി മദ്യപാനം നടത്തുന്ന പ്രവണതയുള്ളതായി അംഗങ്ങൾ പരാതിപ്പെട്ടു. വാഹന പരിശോധന കർശനമാക്കി ഇത് തടയണമെന്നും ആവശ്യമുയർന്നു. പൂവത്തുംചിറ കള്ളുഷാപ്പ് പ്രശ്നം പരിഹരിക്കണമെന്ന് കണ്ണൂർ നഗരസഭാ അധ്യക്ഷ രോഷ്നി ഖാലിദ് ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പ് ഉടമയ്ക്ക് അനുകൂലമായി കോടതി വിധിയുണ്ടെന്നും ഇരുകക്ഷികളെയും ജില്ലാ കലക്ടർ മുമ്പാകെ വിളിച്ചുകൂട്ടി ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എം അബ്ദുൽ കലാം അറിയിച്ചു. ഡെപ്യൂട്ടി കലക്ടർ സുധീർ ബാബു അധ്യക്ഷത വഹിച്ചു. കണ്ണൂരിലെ ഓണവിപണിയിൽ ഇത്തവണയും തഞ്ചാവൂർ കലമെത്തി. ഇത് 5ാം വർഷമാണ് ശിവബാബു ശില്പകലയുടെ നാട്ടിൽ നിന്നും കറുത്ത ചട്ടിയുമായി കണ്ണൂരിലെത്തുന്നത്. 60 രൂപ മുതൽ 130 രൂപ വരെയാണ് തഞ്ചാവൂർ കലത്തിന്റെ വില. ഏതൊക്കെ അടുക്കള പാത്രങ്ങൾ വിപണിയിലുണ്ടെങ്കിലും വീട്ടമ്മമാർ ഇപ്പോഴും ചട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നതിന്റെ തെളിവാണ് കണ്ണൂരിൽ വർഷങ്ങളായി നടക്കുന്ന ഈ കച്ചവടം. കുശവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഇയാളുടെ കുടുംബം പാരമ്പര്യമായാണ് മൺപാത്രം നിർമ്മിക്കുന്നത്. കളിമണ്ണ് തന്നെയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ആദ്യം ചുട്ടെടുത്തതിനു ശേഷം തണുക്കുന്നത് വരെ വയ്ക്കും. തുടർന്ന് വീണ്ടും ചുടും. ഇതോടെ നിറം മാറുന്നു. സൊസൈറ്റി മേടിച്ച വണ്ടി വാടകയിൽ കൊടുത്ത് മുന്നിൽ ഒരു വിൽപ്പനാക്കുന്നുണ്ട്. ചെയ്തിട്ട് ചോറ് വെക്കണം പാത്രമുണ്ട്, ചോറ് വെക്കണം പാത്രമുണ്ട്, കരി വെക്കണം പാത്രമുണ്ട്, ചിറാക് വിളക്കിൻ്റെ ചിറാകുകളുണ്ട്. ഇത് അടുപ്പ്, വിറകിൻ്റെ അടുപ്പുണ്ട്. വലുപ്പത്തിനനുസരിച്ച് തന്നെയാണ് വില. 60 രൂപ മുതൽ 130 രൂപ വരെ വിലയുണ്ട്. അടുപ്പിന് 150 രൂപ മുതൽ 250 വരെയാണ് വില. കഴിഞ്ഞ ദിവസമാണ് ശിവ എത്തിയത്. കൂടുതൽ പേർ അടുത്ത ദിവസങ്ങളിൽ എത്തും. വലിയ ലാഭമൊന്നുമില്ലെങ്കിലും കുലത്തൊഴിലെന്ന നിലയിൽ ചെയ്തു പോവുകയാണ് ഇവർ. സമഗ്ര നീർത്തട മാസ്റ്റർ പ്ലാൻ പ്രകാശനവും പച്ചക്കറി കൃഷി വികസന പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുള്ള അനുമോദനവും കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ബീച്ച് പയ്യാമ്പലമാണ്. അത് കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് അത് മുഴപ്പിലങ്ങാടാണ്. പിന്നെ നമുക്ക് മീൻകുന്നിലാണ് ഒരു ബീച്ച് ഉള്ളത്. എന്നാൽ ഈ ഏത് ബീച്ചിനോടും കടപിടിക്കാൻ കഴിയുന്ന പ്രകൃതിദത്തമായി തന്നെ വളരെ സുന്ദരമായ മനോഹരമായ നയനമനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ചൂട്ടാണ്. മാടായി പഞ്ചായത്ത് ഒരു ഭാഗത്ത് 7 മലയാണ്, പുഴയും കടലും ചേരുന്ന ഒരു കേന്ദ്രം. അപ്പോൾ അവിടെ ഗവൺമെന്റ് ഇപ്പോൾ ചൂട്ടാട് ബീച്ചിന്റെ പ്രപ്പോസൽ കൊടുത്തു. ടൂറിസം വകുപ്പ് അത് അംഗീകരിച്ചു. ഇപ്പോൾ ഏതായാലും ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ബീച്ചായി നമ്മുടെ ജില്ലയിലെ മാത്രമല്ല ഈ മലബാറിലെ മനോഹരമായ ബീച്ചായി നമ്മുടെ ചൂട്ടാട് ബീച്ച് മാറാൻ വേണ്ടി പോവുകയാണ്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബീച്ച് ടൂറിസം, ഇക്കോ ടൂറിസം, മത്സ്യകൃഷി തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകുമെന്ന് ടി വി രാജേഷ് MLA പറഞ്ഞു. മികച്ച കൃഷി ഓഫീസറായി പാപ്പനശ്ശേരി കൃഷി ഓഫീസർ ബേബി റീനയെ തിരഞ്ഞെടുത്തു. മികച്ച കർഷകൻ, മികച്ച കാർഷിക പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയ വ്യക്തി, മികച്ച കാർഷിക പ്രവർത്തനം നടത്തിയ സ്ഥാപനം എന്നിങ്ങനെയുള്ള അവാർഡ് വിതരണവും കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രബന്ധ പ്രസംഗ ക്വിസ് മത്സര വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. ശരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കണ്ണൻ അധ്യക്ഷനായി. M ശ്യാമള, K നാരായൺ ടീച്ചർ, K ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ 3 ദിവസമായി നടത്തിവരുന്ന കലക്ട്രേറ്റ് സത്യാഗ്രഹം ഇന്ന് സമാപിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഇന്ന് സമരക്കാരെ സംബോധന ചെയ്തു.
ഉമ്മൻചാണ്ടി മദ്യനയത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് ഖദറിന്റെ മഹത്വമറിയാത്ത ഖദർധാരികളാണെന്നും ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെയിറക്കാൻ വന്ന അസുരനാണ് VM സുധീരനെന്നും MV ജയരാജൻ പറഞ്ഞു. നിങ്ങൾ തമ്മിലടിച്ച് നിങ്ങളാൽ തന്നെ ഈ ഭരണം താഴെയും പോകും. അതിനൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല. കാലത്ത് 3-4 വർഷം കഴിയുമ്പോൾ കരുണാകരനെ പുറത്താക്കാൻ ചരട് വലിച്ചയാളാണ് ഉമ്മൻചാണ്ടി. ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ആന്റണിയെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ ആളാണ് ഉമ്മൻചാണ്ടി. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ 5 വർഷം ഭരണത്തിൽ ഇരുത്താതിരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ഒരു അസുരനാണ് VM സുധീരൻ. കർഷക തൊഴിലാളി ക്ഷേമനിധിയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് KSKTU നടത്തിവന്ന സത്യാഗ്രഹ സമരം 3ാം ദിവസത്തോടെയാണ് സമാപിച്ചത്. പ്രസിഡന്റ് K കുഞ്ഞപ്പ, ജില്ലാ സെക്രട്ടറി V നാരായണൻ, T ബാലൻ, N ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കണ്ണൂർ ജില്ലാ സമ്മേളനം വാവാച്ചി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സബിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K നാരായണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MK സദാനന്ദൻ, നേതാക്കളായ അഡ്വക്കേറ്റ് PK സുരേഷ് കുമാർ, PK ജയപ്രകാശ്, CC രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിത അവസാനം വരെ സർക്കാർ സർവീസിൽ അല്ലെങ്കിൽ അധ്യാപകത്തിൽ നടത്തിക്കൊണ്ട് പിന്നീട് ക്ഷീണമായ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ നിയമാവലി അനുസരിച്ച് റിട്ടയർ ചെയ്യാനുള്ള ബാധ്യത അല്ലെങ്കിൽ ആ സന്ദർഭം അനുയോജ്യമാക്കി അല്ലെങ്കിൽ അതിനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോവുകയാണ്. വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് CMP ജോൺ വിഭാഗം കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി CA അജീർ ഉദ്ഘാടനം ചെയ്തു. ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന ഏജന്റായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറിയെന്ന് CA അജീർ പറഞ്ഞു. വളരെ വ്യക്തമായി BJPക്ക് ഒറ്റക്കും BJPയുടെ സഖ്യകക്ഷികൾക്കും ഈ രാജ്യത്തിനകത്ത് 332 പാർലമെന്റ് അംഗങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നറിയാം. ആ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ ഒറ്റക്കെട്ടായി കാണാനും ഒരു രാഷ്ട്രം ഒറ്റ ജനത എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളം ഭക്ഷ്യധാന്യത്തിന്റെ കാര്യത്തിൽ കമ്മിയാണെങ്കിൽ കേരളം ഇന്ത്യയിലെ ആന്ധ്രയെ പോലെയോ തമിഴ്നാടിനെ പോലെയോ മറ്റു സംസ്ഥാനങ്ങളെ പോലെയോ വേണ്ടത്ര ഈ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. ആ ഉൽപ്പാദനത്തിന് ആവശ്യമായ നെൽവയലുകൾ കേരളത്തിന് ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. വിലക്കയറ്റം തടയുക, വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കുക, കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. സുനിൽകുമാർ, മാണിക്കര ഗോവിന്ദൻ, KK ബാലകൃഷ്ണൻ, KK നാണു തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം വെള്ളി നിരക്ക്. ഭീമ ഗോൾഡ് സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി. സ്വർണം പവന് 240 രൂപ കുറഞ്ഞു. ഗ്രാമിന് 2625 രൂപ. പവന് 21,000 രൂപ. വെള്ളി ഗ്രാമിന് 48 രൂപ. 10 ഗ്രാമിന് 480 രൂപ. അറിയിപ്പ്. ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചിത്രരചന, ക്വിസ് മത്സരം എന്നിവ നടത്തും. 24-ന് 10:30 ദേശസേവാ വായനശാലയിലാണ് മത്സരം. ബന്ധപ്പെടേണ്ട നമ്പർ 9846400929. 2011 അധ്യയന വർഷം മുതൽ എയ്ഡഡ് സ്കൂളുകളിൽ ജോലിയിൽ പ്രവേശിച്ച നിയമനാംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ യോഗം നാളെ നടക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 9747373550. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഞായറാഴ്ച പരിശീലനം നൽകും. ബന്ധപ്പെടേണ്ട നമ്പർ 9447356578. ബാങ്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ നടത്തുന്ന പരിശീലന ക്ലാസ്സിൽ സീറ്റുകൾ ഒഴിവുണ്ട്. 25-ന് മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണം. സയൻസ് പാർക്കിന്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ മാടായിപ്പാറയിൽ ഈ മാസം 31-ന് നടത്താൻ തീരുമാനിച്ചിരുന്ന പരിസ്ഥിതി ക്യാമ്പ് സെപ്റ്റംബർ 14-ലേക്ക് മാറ്റി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. CPM പ്രവർത്തകർ BJPയിലേക്ക് വരുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ. വാസ്തവമെങ്കിൽ CPM വിട്ടുവരുന്നവരുടെ പേര് വിവരങ്ങളും വെളിപ്പെടുത്താൻ BJP തയ്യാറാവണം. രക്ഷാബന്ധൻ കേരളത്തിൽ നടത്തുന്നത് ഫാസിസ്റ്റ് മനോഭാവത്തോടെയാണെന്ന് P ജയരാജൻ. കോത്തൂർമ മാനന്തേരിയിൽ CPIയുടെ ഓഫീസ് കത്തിച്ചു. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. തീവെപ്പിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരെന്ന് സംശയം. CPI മാനന്തേരി സത്രത്തിൽ ഹർത്താൽ ആചരിച്ചു.
കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സുഗമമായ പ്രവർത്തനം. കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി ശുപാർശ. ജയിൽ ആശുപത്രിയും അടുക്കളയും നവീകരിക്കും. അന്തേവാസികളുടെ വേതനവും ദിനപത്യവും വർദ്ധിപ്പിക്കാൻ ശുപാർശ. കണ്ണൂരിൽ ജ്വല്ലറികളുടെ ചുമർ കുത്തി തുറന്ന് 50 ലക്ഷം രൂപയുടെ ആഭരണം കവർന്ന സംഭവം. പ്രതികളിൽ 2 പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. കവർച്ച നടത്തിയത് ജാർഖണ്ഡ് സ്വദേശികൾ. തെളിയുന്നത് കണ്ണൂരിൽ നടന്ന ഏറ്റവും വലിയ കവർച്ച. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.